നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യ ആണവ അന്തർവാഹിനികളിൽ നിന്ന് നിരവധി സുപ്രധാന പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2025 ഡിസംബറിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത K4 ആണവ മിസൈൽ 3500 കിലോമീറ്റർ പ്രഹരശേഷിയുള്ളത് INS അരിഘട്ട് എന്ന ആണവ അന്തർവാഹിനിയിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ വിജയകരമായി പരീക്ഷിച്ചു. ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിന് 2 മുതൽ 2.5 ടൺ ഭാരമുള്ള ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാൻ കഴിയും. ഇത് ഇന്ത്യയുടെ സമുദ്രാടിസ്ഥാനത്തിലുള്ള ആണവ പ്രതിരോധ ശേഷി അഥവാ ന്യൂക്ലിയർ ട്രയഡിന്റെ ഗണ്യമായി ശക്തിപ്പെടുത്തുന്നതാണ്. ഈ പരീക്ഷണം ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉറപ്പാക്കുകയും കര, വ്യോമ, കടൽ വഴിയുള്ള ആണവ പ്രതിരോധം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള K4 ബാലിസ്റ്റിക് മിസൈലാണ് അരിഹന്ത് ക്ലാസ് ആണവ അന്തർവാഹിനികളിൽ ഒന്നിൽ നിന്ന് പരീക്ഷിച്ചതെന്നാണ് സൂചന. അത് INS അരിഹന്ത് അല്ലെങ്കിൽ INS അരിഘട്ട് എന്നിവയിൽ ഒന്നായിരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം നടത്തിയ ഒരു പരീക്ഷണത്തിനു ശേഷം INS അരിഘട്ടിൽ നിന്ന് K4 മിസൈലിന്റെ രണ്ടാമത്തെ വിജയകരമായ വിക്ഷേപണമാണ് ഇത്. ആവർത്തിച്ചുള്ള പരീക്ഷണങ്ങൾ മിസൈൽ സംവിധാനത്തിന്റെ പൂർണ്ണ പ്രവർത്തന സന്നദ്ധതയിലേക്കുള്ള സ്ഥിരമായ പുരോഗതിയെ സൂചിപ്പിക്കുന്നു. അന്തർവാഹിനി അധിഷ്ഠിത വിക്ഷേപണങ്ങൾക്ക് മുൻപ് K4 സബ്മെർസിബിൾ പോണ്ടൂണുകളിൽ നിന്ന് പരീക്ഷിച്ചിരുന്നു. ഇത് ഒരു പ്രവർത്തനക്ഷമമായ ആണവ അന്തർവാഹിനിയിൽ നിന്നുള്ള വിക്ഷേപണത്തെ ഒരു പ്രധാന നാഴികക്കല്ലാക്കി മാറ്റിയിട്ടുമുണ്ട്. ഇന്ത്യയുടെ ആണവ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെ ആയുധമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഖര ഇന്ധന SLBM ആയി പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO K4 മിസൈൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 750 കിലോമീറ്റർ ദൂരപരിധിയുള്ളതും ഇന്ത്യയുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനിയായ INS അരിഹന്തിൽ നിന്ന് വിന്യസിച്ചിരിക്കുന്നതുമായ K-15 മിസൈലിനേക്കാൾ ഒരു പ്രധാന നവീകരണം തന്നെയാണ് ഇതിന്റെ വിപുലീകൃതമായ ശ്രേണി. 2024 ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത INS അരിഘട്ട് ഏകദേശം 6000 ടൺ ഭാരമുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ആണവ ശക്തിയുള്ള അന്തർവാഹിനിയുമാണ്. ദീർഘദൂര ആണവ മിസൈലുകൾ വിന്യസിക്കാൻ പ്രാപ്തമാക്കുന്നതിലൂടെ ഇതിന്റെ ഉൾപ്പെടുത്തൽ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചു. അതുവഴി രാജ്യത്തിന്റെ ഉറപ്പായ രണ്ടാമത്തെ ആക്രമണ ശേഷി ശക്തിപ്പെടുത്തി. ആഗോളതലത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ 5000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ പ്രവർത്തിപ്പിക്കുന്നു. ഈ വിടവ് കുറയ്ക്കുന്നതിനും രാജ്യത്തിന്റെ ആണവ ട്രയാഡിന്റെ ഭാഗമായി വിശ്വസനീയമായ കടൽ അധിഷ്ഠിത ആണവ പ്രതിരോധം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു നിർണായക ചുവടുവയ്പായിട്ടാണ് ഇന്ത്യയുടെ K4 പരിപാടിയെ കാണുന്നത്. പരീക്ഷണം രഹസ്യമായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി മിസൈൽ പരീക്ഷണങ്ങൾക്ക് മുന്നോടിയായി വിമാനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി നൽകുന്ന നിർണായകമായ മുന്നറിയിപ്പായ നോട്ടീസ് ടു എയർമെൻ ഒഴിവാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിൽ ചൈനീസ് നിരീക്ഷണ കപ്പലുകളുടെ സാന്നിധ്യം കണ്ടതിനാലാണ് ഇത്തരം ഒരു നടപടി. പ്രതിരോധ മന്ത്രാലയമോ DRDO, ഇന്ത്യൻ നാവികസേനയോ ഇതുവരെ ഈ പരീക്ഷണത്തെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ആണവ പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന ഇന്ത്യ. സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പരീക്ഷണത്തിലൂടെ ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഉറപ്പാക്കാൻ സാധിക്കും. അതായത് രാജ്യം ഒരു ആണവാക്രമണത്തിന് ഇരയായാൽ പോലും ശക്തമായ രീതിയിൽ ആണവായുധം ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള ശേഷി ഇതിലൂടെ ലഭിക്കുന്നു. കര, വായു, കടൽ എന്നീ 3 മേഖലകളിൽ നിന്നും ആണവാക്രമണം നടത്താൻ ശേഷിയുള്ള ന്യൂക്ലിയർ ട്രയാഡ് സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. ഇതിൽ അന്തർവാഹിനികളിൽ നിന്നുള്ള ആണവായുധങ്ങളാണ് ഏറ്റവും സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നത്. കാരണം അന്തർവാഹിനികൾക്ക് കടലിനടിയിൽ ദീർഘകാലം ഒളിഞ്ഞിരിക്കാൻ സാധിക്കും. K4 മിസൈലിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. DRDO തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത K സീരീസ് മിസൈലുകളിൽ ഒന്നാണ് K4. ആണവ അന്തർവാഹിനികളിൽ ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്യപ്പെട്ടവയാണ് ഇത്. പ്രധാന സവിശേഷതകൾ പറയുന്നത്: 1. പരിധി. ഏകദേശം 3500 കിലോമീറ്റർ. വാഹക ശേഷി അനുസരിച്ച് 3000 മുതൽ 4000 കിലോമീറ്റർ വരെ പരിധിയുണ്ട്. നീളം ഏകദേശം 12 മീറ്റർ. വ്യാസം ഏകദേശം 1.3 മീറ്റർ. ഭാരം 17 മുതൽ 20 ടൺ വരെ. വാഹകശേഷി ആണവ പോർമുന ഉൾപ്പെടെ 2 ടൺ വരെ. ഇന്ധനം 2 സ്റ്റേജ് സോളിഡ് ഫ്യുവൽ റോക്കറ്റ്. വിക്ഷേപണ രീതി അണ്ടർ വാട്ടർ കോൾഡ് ലോഞ്ച് സിസ്റ്റം. നൂതന സാങ്കേതിക വിദ്യ. ശത്രുക്കളുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് നീങ്ങാൻ സഹായിക്കുന്ന 3D മാനുവറിംഗ് ശേഷി അതിന് ഉണ്ടായിരിക്കും. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള പഴയ K-15 മിസൈലുകളെ അപേക്ഷിച്ച്
K4 വലിയൊരു മുന്നേറ്റമാണ്. ശത്രുവിന്റെ തീരങ്ങളിൽ നിന്ന് അകലം പാലിച്ചു തന്നെ ദൂരെയുള്ള ലക്ഷ്യസ്ഥലങ്ങളെ തകർക്കാൻ ഇതിലൂടെ സാധിക്കും. അരിഹന്ത് ക്ലാസ് അന്തർവാഹിനികൾ. ഓരോ അരിഹന്ത് ക്ലാസ് അന്തർവാഹിനിക്കും 4 K4 മിസൈലുകൾ വീതം വഹിക്കാൻ ശേഷിയുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന ഭാവി അന്തർവാഹിനികൾക്ക് 8 മിസൈലുകൾ വരെ വഹിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആക്രമണശേഷി വർദ്ധിപ്പിക്കും. 2024 നവംബറിൽ INS അരിഘട്ടിൽ നിന്ന് K4 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നതാണ്. 2025 ഡിസംബർ 23 പരീക്ഷണത്തിനെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും തന്ത്രപരമായ ആണവ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നിരന്തരമായ ശ്രമങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു.